വെറും 3 മാസം പ്രായമുള്ളപ്പം ഒരു ഓർഫനേജിൽ വെച്ച് പിരിഞ്ഞ ഇരട്ട സഹോദരിമാർ 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ആ സഹോദരിമാര് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. വിജയലക്ഷ്മി, ദിവ്യശ്രീ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ രണ്ടുപേരും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്നു. ഞാനത് ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടുപേര് ശരിക്കും കണ്ടുമുട്ടി എന്നുള്ള രീതിക്കുള്ള വാർത്തയും അല്ലെങ്കിൽ ഒരു ശരിക്കും അങ്ങനെ രണ്ട് ആൾക്കാരെ കാണുന്നത്. ഇതേ കാര്യം നിങ്ങളോട് പലരും പറയാറുണ്ടായിരിക്കും അല്ലെ? ഓഫ്കോഴ്സ് പറയാറുണ്ടായിരിക്കും. കണ്ടുമുട്ടലിൻ്റെതായിട്ടുള്ള ഒരു ജേർണി ആരാണ് തുടങ്ങിയത്, എപ്പോഴാണ് തുടങ്ങിയത്? ഞാനാണ് തുടങ്ങിയത്. ആക്ച്വലി ഇത് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ട്വിൻ സിസ്റ്ററും കൂടി ഉണ്ടെന്ന്. പക്ഷെ ഇത് തുടങ്ങുന്നത് ഇപ്പം 2017-ലാണ്. കാരണം 2017-ലാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. ബാങ്കിൽ നിന്ന് പ്രൊമോഷനായിട്ട് എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആളിനെ കണ്ടുമുട്ടണം അതെ 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 ആഗ്രഹം. അറിയുമായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു? അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് വേണം രണ്ടുപേരുടെയും നമ്മളെ കൊണ്ടുപോയ, നമ്മളെ വളർത്തിയ നമ്മുടെ ശരിക്കുള്ള പാരന്റ്സ് രണ്ട് രീതിക്കാണ് നിങ്ങളെ വളർത്തിയത് അല്ലെ? അവിടെ എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞങ്ങളെ രണ്ട് പാരന്റ്സും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പല ക്യാരക്ടേഴ്സിലും ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് എനിക്കുള്ളത്. ഇപ്പൊ വീട്ടിലാണെങ്കിലും ആള് കുറച്ചുകൂടെ ഒരു പ്രോഗ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതെ അതെ. പിന്നെ ഞാനിപ്പോഴാണ് എറണാകുളത്തിനൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ആള് ജോലിയുടെ ഭാഗമായിട്ട് ഓൾറെഡി കുറെ കാലം എറണാകുളത്തൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. ട്വിൻ സിസ്റ്റർ ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ഓൾറെഡി അറിയാമായിരുന്നു. അവരെങ്ങനെയാ അത് പ്രസന്റ് ചെയ്തത് പാരന്റ്സ്? ഇല്ല, പാരന്റ്സ് ആക്ച്വലി ഇതൊന്നും എന്നോട് ഡയറക്ട്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ കുഞ്ഞിലേ തൊട്ട് എനിക്ക് പല ഇൻറ്റ്യൂഷൻസ് വഴി എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൺഫേം ചെയ്യാനായിട്ട് എൻ്റെ പാരന്റ്സിന് ഈ അഡോപ്ഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്തൊരു ആന്റി ഉണ്ട്. ആൾ എറണാകുളത്താണ്. അപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെക്കേഷനാണ് ആന്റി എന്നോട് ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ഇങ്ങനെ അഡോപ്റ്റഡ് ആണെന്നും. അപ്പോഴത്തേക്ക് എനിക്ക് അഡോപ്ഷന്റെ കേസ് എനിക്ക് അറിയായിരുന്നു. ബിക്കോസ് കുഞ്ഞിലേ തൊട്ട് നാട്ടുകാരും പല ആൾക്കാർ റിലേറ്റീവ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ഡയറക്ട്ലി പറഞ്ഞില്ലെങ്കിലും അവരിടയ്ക്ക് തമ്മി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ തന്നെ ഓൾറെഡി ഇത് അറിയായിരുന്നു, അണ്ടർസ്റ്റുഡ് ആയിരുന്നു. പിന്നെ ഈ ട്വിൻ സിസ്റ്ററിന്റെ കേസ് ഇങ്ങനെ 8th സ്റ്റാൻഡേർഡിലെ വെക്കേഷന് ഞാൻ ഇങ്ങനെ ആന്റിയുടെ വീട്ടിൽ വന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞതാണ് അഡോപ്റ്റഡ് ആണ്. ഇതിപ്പം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഏജ് ആയി എന്ന് തോന്നിയിട്ടാവണം എന്നോട് പറഞ്ഞു അഡോപ്റ്റഡ് ആണ്. പിന്നെ അത് കൂടാണ്ട് ഇങ്ങനെ ഒരു ട്വിൻ സിസ്റ്ററും കൂടി ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓഫനേജിൽ നിന്ന് ചെന്നപ്പം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ട്വിൻസിൽ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് തന്നെയാണ് എന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ശരിക്കും കണ്ടുമുട്ടിയതിന് പുറകിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരാളും കൂടി ഉണ്ട് ഇല്ലേ?